ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി എക്സ്പ്രസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടോപ്പിക്കാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. നമുക്കൊരു 4-5 ക്ലാസ് കൊണ്ട് അടിപൊളിയായിട്ട് ഇത് പഠിച്ചെടുക്കാൻ പറ്റും. 4 മാർക്ക് നമ്മുടെ കയ്യിൽ ഭദ്രമായിട്ടിരിക്കും കേട്ടോ, ഒരു സംശയം വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിത് കേട്ടിരുന്നാൽ മാത്രം മതി. കേട്ട് നമ്മളൊന്ന് കഥ കേൾക്കുന്നത് പോലെ ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. കാര്യം എന്താണെന്നറിയാം, ഇവിടെ നമ്മുടെ ജനറൽ ആയിട്ടുള്ള നമ്മുടെ തോട്ടിന് പ്രോസസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ്. കാരണം നമ്മൾ നിലവിൽ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും അല്ലേ. നമുക്ക് ഫ്ലഡ് വന്ന സമയത്ത് ഡിസാസ്റ്റർ സംഭവിച്ചിട്ടുണ്ട്, അവിടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം വളരെ എഫക്റ്റീവായിട്ട് അവിടെ ഇടപെട്ടിട്ടുണ്ട് അല്ലേ. അതുപോലുള്ള ഏത് പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ മണ്ണിടിച്ചിലോ കുന്നിടിച്ചിലോ അങ്ങനെയുള്ള എന്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും നമ്മൾ ഡിസാസ്റ്റർ റെസ്പോൺസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പത്രത്തിലൂടെയും വാർത്തയിലൂടെയും ടി വിയിലൂടെ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. സോ ഇതിനെല്ലാം കൂടെ നമുക്കൊന്ന് കണക്ട് ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് കണക്ട് ചെയ്ത് അതിൻ്റെ ഒരു ഓർഡറിൽ എടുക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് UNESDRന്റെ ഡെഫിനിഷൻസ് നോക്കാം. ഡെഫിനിഷൻ എന്താണ്? ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് ഡെഫിനിഷൻ പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് യൂസിങ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ് അല്ലേ. എന്താണ്? ഇതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ്. അവിടെ എന്തൊക്കെയാണ് മക്കളെ നോക്കുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ് നമ്മൾ എടുക്കണം. അതുപോലെ ഓർഗനൈസേഷൻസിനെ, വ്യത്യസ്തമായിട്ടുള്ള ഓർഗനൈസേഷൻസിന് ചിലപ്പോൾ എന്താണ്, ചില NGO ഓർഗനൈസേഷനൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ ഹെൽപ്പിന് വേണ്ടി കടന്നു വരും അല്ലേ. നമ്മൾ ഫ്ലഡിന്റെ സമയത്ത് ഇഷ്ടം പോലെ കണ്ടാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ ഓപ്പറേഷണൽ സ്കിൽസ് ആൻഡ് കേപ്പബിലിറ്റീസ് ഇംപ്ലിമെന്റ് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സ്കിൽസ്, അതുപോലെ ഓപ്പറേഷൻ സ്കിൽസ്, ഇതിനെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ടി വരും. അതുപോലെ സ്ട്രാറ്റജീസ് ആൻഡ് കോപ്പിംഗ് കപ്പാസിറ്റീസ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് കമ്മ്യൂണിറ്റീസ് ടു ലെസൺ ദ ഇമ്പാക്ട് ഓഫ് നാച്ചുറൽ ഹാസാർഡ്സ് ആൻഡ് റിലേറ്റഡ് എൻവയോൺമെന്റൽ ആൻഡ് ടെക്നോളജി ഡിസാസ്റ്റേഴ്സ് അല്ലേ. അതുപോലെ എന്താണ്, നമ്മുടെ സൊസൈറ്റിയുടെ കോപ്പിംഗ് കപ്പാസിറ്റി ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഹസാർഡിന്റെ ആ ഇമ്പാക്ട് ലെസൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന, കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സിസ്റ്റമാറ്റിക് പ്രോസസ്സിനെയാണ് നമ്മൾ വിളിക്കുക ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് വിളിക്കുക അല്ലേ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇത് നിങ്ങൾ നോക്കി വെച്ചാൽ കേട്ടോ, ഇത് കാണാൻ പഠിച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഒരു പ്രശ്നമില്ല അതിനകത്ത് കേട്ടോ. നോക്കാം ഇതിൽ എന്തൊക്കെയുണ്ട്. ദിസ് കംപ്രൈസ് ഓഫ് ഓൾ ഫോംസ് ഓഫ് ആക്ടിവിറ്റി ഇൻക്ലൂഡിംഗ് സ്ട്രക്ചറൽ ആൻഡ് നോൺ സ്ട്രക്ചറൽ മെഷേഴ്സ് ടു അവോയ്ഡ് or prevention or to limit mitigation and prevention of the adverse effect of the hazards. അപ്പോൾ നമ്മുടെ ഹസാർഡിന്റെ അഡ്വേഴ്സ് എഫക്റ്റുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചറലായിട്ടുള്ള നോൺ സ്ട്രക്ചറലായിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് എന്ന് വിളിക്കുക, നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് വിളിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണുള്ളത് ഈ ഡെഫിനേഷൻ നിങ്ങൾ വെറുതെ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മാത്രം മതി, ഒരുപാട് സമയം നിങ്ങളുടെ കളയരുത്. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് പെടുന്നത്. there are 3 fundamental aspects of disaster management. അടിസ്ഥാനപരമായിട്ടുള്ള എന്തൊക്കെയാണ് ശ്രദ്ധിക്കണം. അതൊക്കെ ആദ്യം ഡിസാസ്റ്റർ റെസ്പോൺസ്. ഒരു ഡിസാസ്റ്റർ ഇടിച്ചിറങ്ങി, ഒരു പ്രശ്നം വന്നു, അതിനുള്ള ഫസ്റ്റ് റെസ്പോൺസ് വളരെ ഇമ്പോർട്ടന്റ്. രണ്ടെന്താ? ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് അല്ലേ. ഡിസാസ്റ്റർ വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്താണ് പ്രിപ്പയർഡ്നെസ്, നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മൾ ഇന്ത്യയിൽ നമ്മളൊരു വീട് വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യാറില്ല, നമ്മൾ എർത്ത് കേക്ക് നമ്മൾ മുൻകൂട്ടി കാണാറില്ല. കാരണം എർത്ത് കേക്ക് നമുക്കൊരു സാധാരണ സംഭവമല്ല. പക്ഷെ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം എർത്ത് കേക്ക് അല്ലെങ്കിൽ ഭൂചലനം എന്ന് പറയുന്നത് വളരെ സാധാരണ സംഭവമാണ് അല്ലേ. അവിടെ വലിയ ഭൂചലനങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനെയൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കെട്ടിടങ്ങൾ അവർ കെട്ടുന്നത്. അതുപോലെ അവരുടെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളെല്ലാം അതുപോലെയാണ്. മാത്രമല്ല അവർക്ക് അതിന് വേണ്ടിയിട്ട് ഇൻ കേസ് ഒരു ഭൂചലനം വന്നാൽ എങ്ങനെ ആക്ട് ചെയ്യണം, അതിനുവേണ്ടി മോക്ക് ഡ്രില്ലുകളുണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ അതൊക്കെ എന്തിന്റെ ഭാഗമാണ്? ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസിന്റെ ഭാഗമാണ് അല്ലേ. അപ്പോൾ അടുത്ത കാര്യം എന്താണ്? ഡിസാസ്റ്റർ മിറ്റിഗേഷൻ അല്ലേ. ഡിസാസ്റ്റർ സംഭവിച്ചു പോയി അല്ലേ, അപകടം സംഭവിച്ചു പോയി, അല്ലെങ്കിൽ എന്താണ് അത് സംഭവിച്ചു, അപ്പോൾ അതിനെ ലഘൂകരിച്ചെടുക്കുക. അപ്പോൾ അതിനെ ലഘൂകരിക്കുക 3 കാര്യങ്ങൾ. എന്താണ്? ഫസ്റ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ്, നമുക്ക് അപകടം സംഭവിച്ചു, നമ്മൾ അതിനോട് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പ്രതികരിക്കണം. അതുപോലെ 2 ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്, എന്താണ് ഇൻ കേസ് നമുക്ക് ഡിസാസ്റ്റർ സ്ഥിരമായിട്ട് വരാൻ സാധ്യതയുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പ്രിപ്പയർഡ് ആയിരിക്കണം. 3 അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ ലഘൂകരിച്ചെടുക്കുക അല്ലെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഈ 3 കാര്യങ്ങൾ ഫണ്ടമെന്റൽ ആസ്പെക്ട്സ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അത് ഓർത്ത് വെക്കണം കേട്ടോ. ഡാഷ് ഓഫ് ദ ഫോളോവിംഗ് ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ ആസ്പെക്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഡിസാസ്റ്റർ ഇമ്പാക്ട് ആൻഡ് റെസ്പോൺസ്. അപ്പോൾ കുറച്ചും കൂടെ റെസ്പോൺസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് പഠിക്കുകയാണ്. കണ്ടോടാ, നമുക്കൊരു പ്രളയം വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റെസ്പോണ്ട് ചെയ്യും അല്ലേ. നമ്മുടെ സമൂഹം അതിനെതിരെ പ്രതികരിക്കും അല്ലേ, അതിനെതിരെ അല്ല അതിനോടൊപ്പം പ്രതികരിക്കും. അവിടെ അകപ്പെട്ടു പോയ ആൾക്കാരെ രക്ഷപ്പെടുത്താനും ആ കാര്യത്തിൽ ഗവൺമെന്റ് സർവൻസോ അല്ലാന്നുണ്ടെങ്കിൽ ജോലിക്കാരോ പോലീസ് മാത്രമാണോ? അല്ല, സാധാരണക്കാർ വരെ അതിനകത്ത് എന്തുണ്ടാവും? അതിനകത്ത് ഇൻവോൾവ് ഉണ്ടാവും അല്ലേ, ഉണ്ടാവും ഉറപ്പായിട്ടും. അപ്പോൾ നോക്കാം ഇതിനകത്ത് എന്തൊക്കെ ചെയ്യേണ്ടത്. മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഫോർ ലാർജ് നമ്പർ ഓഫ് കാഷ്വാലിറ്റീസ് ഇസ് ലൈക്ലി ടു ബി നീഡഡ് ഓൺലി ആഫ്റ്റർ സർട്ടൻ ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ. സാധാരണ എന്താണ്, എല്ലാ ഡിസാസ്റ്ററിന് ശേഷവും മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ് ഓഫ് ലാർജ് നമ്പർ ഓഫ് കാഷ്വാലിറ്റീസ് ഉണ്ടാകാറില്ല. എല്ലാ ഡിസാസ്റ്ററിനും അത് ഭാഗമായിട്ട് വരുന്നത് അല്ല അല്ലേ. ഉദാഹരണത്തിന് നമുക്ക് ഫ്ലഡ് വരുമ്പോഴത്തേക്കും ഒരുപാട് എന്താ നോക്കുന്നത്, നമ്മളവിടെ റീഹാബിലിറ്റേഷൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലേ. ഫ്ലഡ് വരുമ്പോഴത്തേക്കും നമുക്ക്, ഞാൻ പറഞ്ഞ ഫ്ലാഷ് ഫ്ലഡ് അല്ല, നമുക്കിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെ ഫ്ലഡ് വരാൻ പോകുന്നു, വന്നു നമുക്ക് അറിയാൻ പറ്റും അല്ലേ.
ആദ്യമൊക്കെ ഫ്ലഡ് വെള്ളം കയറി വരുമ്പോൾ എല്ലാം വലിയ തമാശയായിരുന്നു, എല്ലാവരും ചങ്ങാടമൊക്കെ കൊണ്ട് ഇറങ്ങി കളിച്ചു വെള്ളത്തിൽ. അത് കഴിഞ്ഞ് വീട്ടിൽ കയറി മുട്ടളത്തിയപ്പോൾ നല്ല കുഴപ്പമില്ല, രസമുണ്ട്. അത് കയറി നമുക്ക് താഴത്തിനില ഇരിക്കാൻ പറ്റാത്തതായി മുകളിലത്തിലായിട്ട് കയറേണ്ടി വന്നു. അപ്പോൾ ആഹാരം കിട്ടാതെ അപ്പോഴത്തേക്കും നമ്മൾ എന്തറിയുന്നത് അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ഇതൊരു പ്രശ്നമാണ്, ഡിസാസ്റ്ററാണ്, ദുരന്തമാണെന്ന് മനസ്സിലാക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് എന്ത് ആവശ്യം വരാറില്ല, അവിടെ കൂടുതൽ മെഡിക്കൽ കാഷ്വാലിറ്റീസ് ഒന്നും സാധാരണ ഉണ്ടാകാറില്ല അല്ലേ, അവിടെ കുറവാണ്. പക്ഷേ മറ്റ് ചില സംഭവങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരു വോൾക്കാനോ ഇറപ്ഷൻ വരുന്നു, ഉറപ്പായിട്ടും അവിടെ എന്തുണ്ടാവും നമുക്ക് കൂടുതൽ കാഷ്വാലിറ്റീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഫോർ ലാർജ് നമ്പർ ഓഫ് കാഷ്വാലിറ്റീസ് ഇസ് ലൈക്ലി ടു ബി നീഡഡ് ഓൺലി ആഫ്റ്റർ സെർട്ടൈൻ ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ. എല്ലാ ഡിസാസ്റ്ററിനും ഉണ്ടാകാറില്ല ഇത്രയും വലിയൊരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആവശ്യമൊന്നും പലപ്പോഴും വരാറില്ല. അതുപോലെ മിക്കവാറും ഇഞ്ചുറീസ് എപ്പോഴാണ് ഉണ്ടാകുന്നത്, മോസ്റ്റ് ഇഞ്ചുറീസ് ആർ സസ്റ്റൈൻഡ് ഡ്യൂറിംഗ് ദ ഇമ്പാക്ട് അല്ലെ. ആ ഡിസാസ്റ്ററിന്റെ ഇമ്പാക്ട് ഉണ്ടാകുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഇഞ്ചുറി ഉണ്ടാകുന്നത്, അടുത്തൊരു സംശയമില്ല. കാരണം എന്താ, ഉദാഹരണത്തിന് നമുക്ക് ഒരു പൊട്ടിത്തെറി ഉണ്ടാകും, എന്തെങ്കിലും ഡിസാസ്റ്റർ ആ ഉണ്ടാകുന്ന സമയത്താണ് എന്തുണ്ടാവുക, കൂടുതൽ ഇഞ്ചുറീസും കാഷ്വാലിറ്റീസും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രേറ്റസ്റ്റ് നീഡ് ഫോർ എമർജൻസി കെയർ ഒക്കേഴ്സ് ഇൻ ദ ഫസ്റ്റ് ഫ്യൂ അവേഴ്സ് ഓൺലി അല്ലെ. ആദ്യത്തെ കുറച്ച് മണിക്കൂറുകളിൽ മാത്രമേ നമുക്കതിന്റെ ആവശ്യം കൂടുതലായിട്ട് ഉണ്ടായി വരുന്നുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അതുപോലെ ദ മാനേജ്മെന്റ് ഓഫ് മാസ് കാഷ്വാലിറ്റീസ് ക്യാൻ ബി ഫർദർ ഡിവൈഡഡ് ഇൻടു സെർച്ച് ആൻഡ് റെസ്ക്യൂ. നോക്കാം, മാനേജ്മെന്റ് ഓഫ് മാസ് കാഷ്വാലിറ്റീസിനെ, അതായത് മാസ് കാഷ്വാലിറ്റി ഉദാഹരണം എന്താണ്, ഭൂചലനം തന്നെ. ഭൂചലനം നമുക്ക് എടുക്കാം, ഭൂചലനം വന്നോ, അതുപോലെ നിങ്ങൾ പ്രളയം 2019 സിനിമ നമ്മൾ നോക്കുക അല്ലേ, കാഷ്വാലിറ്റീസ് ഒന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. രണ്ടാമത് എന്താണ്, ആൾക്കാരെ കാണാതായപ്പോൾ സെർച്ചിനും റെസ്ക്യൂവിനും ഇറങ്ങിയല്ലേ. വീടുകളിൽ അകപ്പെട്ടു പോയ ആൾക്കാരെ, അല്ലെങ്കിൽ മണ്ണിനടിയിലൊക്കെ അകപ്പെട്ടു പോയ ആൾക്കാരെ തിരക്കിയ ആൾക്കാർ ഇറങ്ങി search and rescue. Management of mass casualties can be further divided into us and the search and rescue. ചെയ്താൽ മാത്രം മതിയോ, റെസ്ക്യൂ ചെയ്താൽ മാത്രം മതി, എന്താണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണോ അല്ലേ, ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ട്രയേജ് ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് വിക്ടിംസ്. ട്രയേജ് എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. ഉദാഹരണത്തിന് നമുക്ക് മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത്, മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ഒരു വീട്ടിനകത്ത് വളരെ സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് കുറേ പേരുണ്ട്. പെട്ടെന്ന് നമുക്ക് അവിടെ ഇടിച്ച് ചെന്നപ്പോഴേ കുറച്ച് പേർക്ക് അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മൾ എന്ത് ചെയ്യണം, എന്തിലോട്ട് മാറ്റണം, അവരെ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് അവരെ നമ്മൾ ആശുപത്രിയിൽ മാറ്റണം. അതിൽ 3 പേരുടെ കാര്യം നില ഗുരുതരമാണ്, കൊണ്ടുപോയിട്ട് കാര്യമില്ല അല്ലേ. അവിടെ ആശുപത്രി ചെല്ലുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, അവരെ ചികിത്സയെ രക്ഷപ്പെടും. പക്ഷേ ഇവനെ ചികിത്സിച്ചിട്ട് കാര്യമില്ല, കാര്യം അവൻ്റെ തലയൊക്കെ പൊളന്ന് കിടക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ട്രയേജ് പ്രകാരം അവരെ എന്താണ് മോർബിഡിന്റെ പേഷ്യന്റ് കാറ്റഗറിയിലേക്ക് മാറ്റും അല്ലേ, അങ്ങനെ മാറ്റും. അതിലേക്ക് പറയാം, ട്രയേജ് ഒക്കെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എന്താണ് നോക്കാം, മാനേജ്മെന്റ് ഓഫ് മാസ് കാഷ്വാലിറ്റീസ് ക്യാൻ ബി ഫർദർ ഡിവൈഡഡ് ഇൻടു സെർച്ച് ആൻഡ് റെസ്ക്യൂ. ആദ്യം സെർച്ച് ആൻഡ് റെസ്ക്യൂവിന് ആളിറങ്ങുമല്ലേ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം, ആൾക്കാരെ റെസ്ക്യൂ ചെയ്താൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. അതുപോലെ ട്രയേജ്, പിന്നെ നമ്മൾ തരംതിരിക്കും. അതിനകത്ത് ഒരുപാട് ആ ഒരു സിറ്റുവേഷൻ പരിഗണിക്കും, ഒരുപാട് ഹൃദയഭേദകമായിട്ടുള്ള അവസ്ഥയാണ് ട്രയേജ് എന്നൊക്കെ പറയുമ്പോൾ. അതുപോലെ എന്താണ്, സ്റ്റെബിലൈസേഷൻ ഓഫ് വിക്ടിംസ് അല്ലേ, അവരെ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ആൻഡ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് പേഷ്യൻസ് ടു അതർ ഹോസ്പിറ്റൽസ് ഇഫ് നെസസറി. അവർ നമ്മൾ ആശുപത്രിയിലെത്തി ചികിത്സ നൽകുക. അതിനുശേഷം എന്താണ്, അവർക്ക് ഇൻ കേസ് നമുക്ക് ആശുപത്രി പോരാന്നുണ്ടെങ്കിൽ വേറെ ആശുപത്രിയിലേക്ക് എത്തിക്കുക. ഇത്രയും കാര്യങ്ങളാണ് മാസ് കാഷ്വാലിറ്റീസ് നമ്മൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് സെർച്ച്, റെസ്ക്യൂ ആൻഡ് ഫസ്റ്റ് എയ്ഡ് നോക്കാം മക്കളെ. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഒരു വലിയ ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക എന്നുള്ളതാണ്. വലിയ ഡിസാസ്റ്റർ വന്നു, അപ്പോൾ നമുക്ക് നമ്മുടെ 2019 പ്രളയം തന്നെ എടുക്കാം അല്ലേ. ആഫ്റ്റർ എ മേജർ ഡിസാസ്റ്റർ ദ നീഡ് ഫോർ സെർച്ച്, റെസ്ക്യൂ ആൻഡ് ഫസ്റ്റ് എയ്ഡ് ഈസ് ലൈക്ലി ടു ബി സോ ഗ്രേറ്റ് ദാറ്റ് എന്താണ്, ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്ത്, സെർച്ചും റെസ്ക്യൂവും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ശ്രദ്ധിക്കുക, ഓർഗനൈസ്ഡ് റിലീഫ് സർവീസ് വിൽ ബി ഏബിൾ ടു മീറ്റ് ഓൺലി എ സ്മാൾ ഫ്രാക്ഷൻ ഓഫ് ദി ഡിമാൻഡ്. നോക്ക്, ഡിമാൻഡ് കൂടുതലായിരിക്കും അല്ലേ. അന്ന് നമ്മൾ ഫ്ലഡ് വന്ന സമയത്ത് നേവി ഇറങ്ങിയില്ലേ, നേവി വന്നു, ഫയർഫോഴ്സ് വന്നു. അപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവരൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് വളരെ കുറച്ച് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ സമയത്ത് ആരാടാ വന്നേ രക്ഷിക്കാനായിട്ട്? കേരളത്തിന്റെ കടലിന്റെ മക്കള് അവർക്ക് അന്നം കൊടുക്കുന്ന വള്ളങ്ങളും ബോട്ടുകളും ലോറി കയറ്റിക്കൊണ്ട് കിഴക്കൻ മലനിരകളിലേക്ക് രക്ഷിക്കാൻ വേണ്ടി വന്നല്ലേ. അപ്പോൾ എന്താണ്, അവർ ഓർഗനൈസ്ഡ് പീപ്പിൾ ആയിരുന്നില്ല. പക്ഷേ എന്താണ്, മോസ്റ്റ് ഇമ്മീഡിയറ്റ് ഹെൽപ്പ് കംസ് ഫ്രം ദ അൺഇൻജേർഡ് സർവൈവേഴ്സ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ എവിടെ, നമ്മുടെ തീരപ്രദേശത്ത് നിന്ന് വരുന്നവരെ നോക്കി നിൽക്കേണ്ട സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്നവർ തന്നെ, സർവൈവ് ചെയ്ത ആൾക്കാർ തന്നെ ആദ്യം എന്താണ്, ഇൻജേർഡ് പേഴ്സൺസിനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങും അല്ലേ. അപ്പോൾ ഇതൊക്കെ ഏത് ഡിസാസ്റ്റർ സീൻ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി എന്താണ് ഓർഗനൈസ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളാണ്.
അപ്പോൾ നമുക്കടുത്ത ഫീൽഡ് കെയർ, നമ്മൾ ഡിസാസ്റ്റർ സംഭവിച്ചു ആ ഫീൽഡ് അവിടെ നമ്മൾ കൊടുക്കേണ്ടുന്ന കെയർ, പ്രത്യേകിച്ച് ആ മെഡിക്കൽ എമർജൻസി, നമ്മളറിയാലോ നമ്മൾ മെഡിക്കൽ സൈഡാണ് നോക്കുന്നത്, മെഡിക്കൽ എമർജൻസി അതൊക്കെ നോക്കാം. മോസ്റ്റ് ഇഞ്ചേർഡ് പേഴ്സൺസ് കൺവേർജ് സ്പോണ്ടേനിയസ്ലി ടു ഹെൽത്ത് ഫെസിലിറ്റീസ്, അല്ലേ? എന്താണ്, നിങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കൈ പോയാലും കാല് പോയാലും നമ്മുടെ കൊച്ചിന് ചെറിയൊരു പ്രശ്നം വന്നാലും വലിയ പ്രശ്നം വന്നാലും എന്ത് പ്രശ്നം നമുക്കത് വലിയ പ്രശ്നമായിരിക്കും, അല്ലേ? കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറഞ്ഞാൽ അപ്പോൾ അവരെന്ത് ചെയ്യും, ആദ്യം ആ ഹെൽത്ത് ഫെസിലിറ്റി ഇരച്ചു കയറും, അല്ലേ? ഇരച്ചു കയറും. അപ്പോൾ അവർക്ക് എന്ത് വണ്ടിയാണോ കിട്ടുന്നത്, എങ്ങനെയാണോ ട്രാൻസ്പോർട്ട് ചെയ്ത് അങ്ങോട്ട് എത്താൻ പറ്റുന്നത് അവർ അങ്ങോട്ട് വരും, അല്ലേ? നോക്കാം എന്താ ചെയ്യേണ്ടത്. പ്രൊവൈഡിങ് പ്രോപ്പർ കെയർ ടു കാഷ്വാലിറ്റീസ് റിക്വയർസ് ദാറ്റ് ദ ഹെൽത്ത് സർവീസ് റിസോഴ്സ് ബി റീഡയറക്റ്റഡ് ദിസ് ന്യൂ പ്രയോറിറ്റി, അല്ലെ? പുതിയ പ്രയോറിറ്റികൾ അവിടെ ഉണ്ടായി വരും, അല്ലെ? കൂടുതൽ ആൾക്കാർ വരുന്നു, കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള കേസുകളുമായിട്ട് ആൾക്കാർ വരുന്നു, അപ്പോൾ അവിടെ പ്രയോറിറ്റീസ് മാറും, അല്ലെ? അതുപോലെ ബെഡ് അവൈലബിലിറ്റി ആൻഡ് സർജിക്കൽ സർവീസ് ഷുഡ് ബി മാക്സിമൈസ്ഡ്. അവിടെ ആൾക്കാർ വരുമ്പോൾ ആൾക്കാരെ കിടത്താനുള്ള സൗകര്യം കൂട്ടണം, സർജിക്കൽ സർവീസ് വർദ്ധിപ്പിക്കണം, അല്ലേ? പ്രൊവിഷൻ ഷുഡ് ബി മെയ്ഡ് ഫോർ വേറെ എന്തൊക്കെ, ഫുഡ് ആൻഡ് ഷെൽട്ടർ, അവർക്ക് ആഹാരം കൊടുക്കണം, അതുപോലെ ഷെൽട്ടറിനുള്ള പ്രൊവിഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ സെന്റർ ഷുഡ് ബി എസ്റ്റാബ്ലിഷ് റെസ്പോണ്ട് ടു എൻക്വയറീസ് ഫ്രം ദ പേഷ്യൻസ് റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്. നോക്കാം. അതുപോലെ ഈ ഒരു ഹോസ്പിറ്റലാവട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹെൽത്ത് കെയർ ഫെസിലിറ്റി എവിടെയാവട്ടെ അവിടെ എന്തായിരിക്കണം, ഒരു സെന്റർ മെയിൻറ്റെയിൻ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്, ഈ പറഞ്ഞ വന്ന ആൾക്കാരുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ നമ്മളെ കോൺടാക്ട് ചെയ്യും, അവരുമായിട്ട് ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാൻ, അവർക്ക് വേണ്ടി കാര്യങ്ങൾ ഈ ഡീറ്റെയിൽസ് കൊടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെന്റർ അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അല്ലേ? അതുപോലെ പ്രയോറിറ്റി ഷുഡ് ബി ഗിവൺ ടു വിക്ടിംസ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് അഡിക്വേറ്റ് മോർച്ചറി സ്പേസ് ഷുഡ് ബി പ്രൊവൈഡഡ്, അല്ലേ? വലിയ പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ മോർച്ചറി സ്പേസ് ഒക്കെ വേണ്ടി വരും, അല്ലേ? ഇഷ്ടംപോലെ ആൾക്കാർ മരിക്കുകയാണെന്നുണ്ടെങ്കിലും ആ മരിച്ച ആൾക്കാരെ കോക്സിനെ മാറ്റേണ്ടുന്ന സ്ഥലത്തുള്ള ആ ഒരു മോർച്ചറി ഫെസിലിറ്റി എല്ലാം നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു പ്രയോറിറ്റി ഒന്ന് ശ്രദ്ധിക്കുക, വിക്ടിംസ് ഐഡന്റിഫിക്കേഷൻ വളരെ 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 ഇമ്പോർട്ടൻ്റ്, അല്ലേ? ഏതൊരു ഡിസാസ്റ്റർ മാനേജ്മെന്റിലും വിക്ടിമിന്റെ ഐഡന്റിഫിക്കേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അൺഐഡന്റിഫൈഡ് ബോഡി എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയേ ഉള്ളൂ, ഒരാളിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരാളിന് വേണ്ടി പിന്നെയും തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? ഇതാ സംഭവിക്കുക. ഇപ്പോൾ തന്നെ നമുക്ക് മണ്ണിടിച്ചിൽ സംഭവിച്ചു കഴിഞ്ഞാൽ 5 പേരെ കാണാതായി, അല്ലേ? കാണാതായി മീൻസ് മരിച്ചു കാണും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? ഒന്നീ മരിച്ചു കാണും അല്ലെങ്കിൽ അവരെവിടെയോ ഉണ്ട്. അപ്പോൾ നമ്മുടെ നിയമപ്രകാരം ഈ ഡെഡ് ബോഡി കണ്ടെത്തി ഇയാൾ മരിച്ചെന്ന് ഉറപ്പാക്കാതെ ഇയാളെ മരിച്ചെന്ന് എഴുതാൻ പറ്റത്തില്ല, അല്ലേ? അപ്പോൾ ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്, ഐഡന്റിഫിക്കേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. ഇൻ കേസ് ഒരാൾ മരിച്ചാലോ ഒരാൾ ഹോസ്പിറ്റലിലേക്ക് വന്നാലോ അയാളെ തിരിച്ചറിയുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് പ്രയോറിറ്റി ആയിട്ടുള്ള കാര്യമാണ്. ഫീൽഡ് കെയർ എന്നുള്ള നോക്കാടാ, മോസ്റ്റ് ഇഞ്ചേർഡ് പേഴ്സൺസ് കൺവേർജ് സ്പോണ്ടേനിയസ്ലി ഹെൽത്ത് ഫെസിലിറ്റീസിൽ അവർ പെട്ടെന്ന് അങ്ങോട്ട് വരും. അപ്പോൾ അവിടെ നമ്മൾ കൃത്യമായിട്ടുള്ള കെയർ നമ്മൾ കൊടുക്കണം, ബെഡ് അവൈലബിലിറ്റി വർദ്ധിപ്പിക്കണം, അല്ലേ? അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്തിനാണ്, അവരുടെ ഐഡന്റിഫിക്കേഷന് വളരെ പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കി വരാടാ, ഒന്നുകൂടെ ഒന്ന് കേട്ടിരിക്കുക, നിങ്ങളോട് കേട്ടിരുന്നാൽ മതി. ഡെഫിനിഷൻ നമുക്കറിയാം. അതുപോലെ എന്താണ്, ഫണ്ടമെന്റൽ ആസ്പെക്ട്സ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഡിസാസ്റ്റർ റെസ്പോൺസ് വരുന്നുണ്ട്, ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് വരുന്നുണ്ട്, അതുപോലെ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഡിസാസ്റ്റർ ഇമ്പാക്ട് ആൻഡ് റെസ്പോൺസിൽ എന്താ പറയുന്നത്, മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും പല കേസിലും വ്യത്യസ്തമായിരിക്കും, പല ഡിസാസ്റ്ററും വ്യത്യസ്തമായിരിക്കും. മിക്കവാറും ഇഞ്ചുറി എല്ലാം ആദ്യ സമയങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അപ്പോൾ ആദ്യ സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് എമർജൻസി ഫെസിലിറ്റി നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ മാനേജ്മെന്റ് ഓഫ് മാസ് കാഷ്വാലിറ്റി നമ്മൾ പിന്നെ എങ്ങനെ തിരിക്കുന്നുണ്ട്, സെർച്ച് ആൻഡ് റെസ്ക്യൂ, അത് ഫസ്റ്റ് എയ്ഡ്, ട്രയേജ് ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് വിക്ടിംസ്, അങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്, അല്ലേ? ഓക്കെ, ഇനി സെർച്ച് ആൻഡ് റെസ്ക്യൂ എടുക്കുമ്പോഴത്തേക്കും എന്താണ്, ആഫ്റ്റർ എ മേജർ ഡിസാസ്റ്റർ വരുമ്പോഴത്തേക്കും പലപ്പോഴും എന്തിന് നമ്മുടെ ഓർഗനൈസ്ഡ് റിലീഫ് സർവീസിന് അവിടെ പെർഫോം ചെയ്യാൻ പറ്റണം നിർബന്ധമില്ല, വലിയ കേസാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ മിക്കവാറും ഇമ്മീഡിയറ്റ് ഹെൽപ്പ് എവിടെ നിന്നായിരിക്കും വരുന്നത്, സർവൈവ്ഡ് ആയിട്ടുള്ള, അല്ലെ, അൺഇഞ്ചേർഡ് ആയിട്ടുള്ള സർവൈവേഴ്സ് എന്നായിരിക്കും വരുന്നത്. ഫീൽഡ് കെയർ എന്ന് പറയുമ്പോൾ എന്താണ്, ആദ്യം തന്നെ കിട്ടുന്ന ആൾക്കാരെ വണ്ടി പിടിച്ച് നേരെ ആശുപത്രിയിലേക്ക് വരും. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ അതിനനുസരിച്ച് പ്രയോറിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ബെഡ് അവൈലബിലിറ്റി കൂട്ടണം, സർജിക്കൽ സർവീസ് വർദ്ധിപ്പിക്കണം, അല്ലേ? അതുപോലെ അവർക്ക് ഷെൽട്ടർ കൊടുക്കാനുള്ള സംവിധാനം, ഫുഡ് കൊടുക്കാനുള്ള സംവിധാനം കൊണ്ടുവരണം. അതുപോലെ ഒരു സെന്റർ അവിടെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്, പേഷ്യൻ്റെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ വിളിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യണം, അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കണം. പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്തിനാണ്, വിക്ടിംസിന്റെ ഐഡന്റിഫിക്കേഷൻ കൃത്യമായിട്ട് നോക്കാനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഇനി നോക്കാം ട്രയേജ്. ട്രയേജ് എപ്പോഴും വരുന്നത് എവിടെയാണ്, മാസ് എമർജൻസീസിലാണ് കേട്ടോ. എന്താണ് മാസ് എമർജൻസീസ്, അല്ലെ? വലിയ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ മാസ് എമർജൻസി ട്രയേജ് വരുന്നത്. ഫസ്റ്റ് കം ഫസ്റ്റ് റീച്ചർ പ്രിൻസിപ്പിൾസ് ഈസ് റീപ്ലേസ്ഡ്. ഇവിടെയാണ് ശ്രദ്ധിക്കുക. എന്താണ്, ട്രയേജ് വരുമ്പോൾ അല്ലെങ്കിൽ മാസ് എമർജൻസി വരുമ്പോഴത്തേക്കും ആദ്യം വരുന്നവൻ ആദ്യം ചികിത്സ. സാധാരണ നമ്മുടെ ആശുപത്രിയിൽ എന്താ, ആദ്യം വരുന്നവൻ ടിക്കറ്റ് എടുത്തിട്ട് മാറിയിരിക്കും, അവൻ ആദ്യം ചികിത്സ, അല്ലേ? അതില്ല. ട്രയേജ് വരുമ്പോഴത്തേക്ക് പിന്നെ അങ്ങനെ ഒരു പരിപാടി ഇല്ല. അപ്പോൾ ആ പ്രിൻസിപ്പിൾ ഈസ് റീപ്ലേസ്ഡ് ബൈ ട്രയേജ് ഡ്യൂ ടു ഓവർവെൽമിംഗ് ഇഞ്ചുറീസ് ആൻഡ് ലിമിറ്റഡ് ഓപ്പറേറ്റീവ് കപ്പാസിറ്റി, അല്ലേ? നമ്മുടെ ആശുപത്രിയിൽ 50 പേരെ കിടത്താനുള്ള സൗകര്യമേ ഉള്ളൂ, വരുന്നത് 500 പേരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും,
അവിടെയാണ് ട്രയേജിന്റെ പ്രാധാന്യം അല്ലേ. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഓപ്പറേറ്റീവ് കപ്പാസിറ്റി വളരെ ലിമിറ്റഡ് ആയിരിക്കും, പക്ഷേ ഡിമാൻഡ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഫസ്റ്റ് കം ഫസ്റ്റ് ട്രീറ്റഡ് അവിടെ നമ്മൾ മാറ്റിവെക്കും, ട്രയേജ് നമ്മൾ എടുക്കും അല്ലേ. അപ്പോൾ ട്രയേജ് ഇൻവോൾവ്സ് ക്വിക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ഇൻജേർഡ് ബേസ്ഡ് ഓൺ ഇഞ്ചുറി സിവിയറിറ്റി ആൻഡ് സർവൈവൽ ലൈക്ലിഹുഡ് വിത്ത് ഇമ്മീഡിയറ്റ് കെയർ. എന്താണെന്ന് ചെയ്യുന്നത്, ആദ്യം നമ്മൾ ക്ലാസിഫൈ ചെയ്യും, പട്ട ക്ലാസിഫൈ ചെയ്യണം അല്ലേ. ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ്. കണ്ടോ, ഇത് ബ്ലാക്ക്, പിന്നെ ഗ്രീന്, പിന്നെ യെല്ലോ, പിന്നെ റെഡ്, അങ്ങനെ ആണ് ഇത് എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ ഇപ്പൊ ചോദിക്കും കേട്ടോ, കളർ കോഡ് ചോദിക്കും. ഇപ്പൊ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യം ഈ കളർ കോഡ്, ഈ കളർ കോഡ് ചോദ്യം ഇപ്പോൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കം ഫസ്റ്റ് ട്രീറ്റഡ് നമ്മൾ എന്ത് ചെയ്യും, മാറ്റി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ക്വിക്ക് ക്ലാസിഫിക്കേഷൻ നടത്തും. എന്താണ്, ഇത്രയേ ഉള്ളൂ. ആ ഇഞ്ചറി ഉണ്ടോ, ഇഞ്ചറി ഉണ്ടെങ്കിൽ എത്ര തീവ്രമാണ്, അതുപോലെ ഇവൻ രക്ഷപ്പെടുമോ, ഈ കാര്യങ്ങൾ വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. നോക്കാം. അഡാപ്റ്റേഷൻ ടു ലോക്കൽ സ്കിൽസ് ഈസ് എസെൻഷ്യൽ, പ്രയോറിറ്റൈസിങ് വിക്ടിംസ് ഹൂസ് ബെനിഫിറ്റ് സിഗ്നിഫിക്കന്റ്ലി ഫ്രം സിമ്പിൾ ഇന്റൻസീവ് കെയർ അല്ലേ. എന്താണ്, ലോക്കൽ സ്കിൽസിലുള്ള അഡാപ്റ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമയത്ത് പ്രൊഫഷണൽ സ്കിൽസ് തന്നെ വേണമെന്നില്ല, പെട്ടെന്ന് നമുക്കൊരു അവനൊരു സമാധാനം അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ ലോക്കൽ സ്കിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും അതിനും നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം അല്ലേ. എന്തുമായിട്ട് ബന്ധപ്പെടുത്തി, വിക്ടിംസുമായിട്ട് ബന്ധപ്പെടുത്തി. ഹൂ ബെനിഫിറ്റ് സിഗ്നിഫിക്കന്റ്ലി ഫ്രം സിമ്പിൾ ഇന്റൻസീവ് കെയറിൽ, ചെറിയ ഇന്റൻസീവ് കെയർ ഒക്കെ വെച്ചിട്ട് അവർ രക്ഷപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു അഡാപ്റ്റേഷൻ ടു ലോക്കൽ സ്കിൽസ് ഈസ് വെരി വെരി എസെൻഷ്യൽ. അതുപോലെ നോക്കാം, പേഷ്യൻസ് വിത്ത് ലിറ്റിൽ ചാൻസ് ഓഫ് സർവൈവൽ ആൻഡ് ഹൈ ഡിമാൻഡ്സ് ആർ ഗിവൺ ദ ലോവസ്റ്റ് പ്രയോറിറ്റി അല്ലേ. നേരത്തെ പറയും, തല തകർന്ന് കിടക്കുകയാണ്, അല്ലെങ്കിൽ ഇവനെ കാണുമ്പോഴേ അറിയാം, അവന്റെ ഇഞ്ചുറി കാണുമ്പോഴേ അറിയാം നമുക്ക് എന്താണ്, ഇവൻ രക്ഷപ്പെടില്ല, അവനെ ചികിത്സിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അവന് ഒരുപാട് ചികിത്സ കൊടുത്താൽ അവൻ രക്ഷപ്പെടുത്തുള്ളൂ. അപ്പോൾ ഒരു വിധമൊക്കെ പിടിച്ച് നിർത്താൻ പറ്റുന്ന തരത്തിലുള്ള ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, 500 പേര് 50 ബെഡേ ഉള്ളൂ, 50 ബെഡിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ പ്ലേസ് ചെയ്യും. ചില ആൾക്കാർക്ക് നേരെ നമ്മൾ കണ്ണടക്കേണ്ടതായിട്ട് വരും അല്ലേ, പ്രയോറിറ്റി ചെയ്യും. അപ്പോൾ ട്രയേജ് എയിംസ് ടു, എന്താണ് ഇവിടെ ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ, ട്രയേജ് എയിംസ് ടു എന്താ, മാക്സിമൈസ് ബെനിഫിറ്റ് ഫോർ ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ഇൻജേർഡ് ഇൻ മേജർ ഡിസാസ്റ്റേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻസ് ശ്രദ്ധിക്കണം കേട്ടോ. എന്താണ് മാക്സിമൈസ് ബെനിഫിറ്റ്സ് എന്ത് ചെയ്യണം, മാക്സിമൈസ് ചെയ്യണം ഫോർ ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ഇൻജേർഡ് ഇൻ മേജർ ഡിസാസ്റ്റേഴ്സ് അല്ലേ. ബെനിഫിറ്റ്സ് മാക്സിമൈസ് ചെയ്യണം, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് എന്ത് കിട്ടണം, ബെനിഫിറ്റ്സ് കിട്ടണം അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ശ്രദ്ധിക്കുക, ഒരുത്തനെ നമ്മൾ 5 ദിവസം നോക്കിയാലേ അവൻ രക്ഷപ്പെടത്തുള്ളൂ. അപ്പോൾ സിറ്റുവേഷൻ അത്രയും സിവിയർ ആണ്, ചിലപ്പോൾ 5 ദിവസം നോക്കിയാൽ രക്ഷപ്പെടും, അവനെ ചിലപ്പോൾ നമ്മൾ കളയേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ എന്താണ് ട്രയേജിന്റെ എയിം, ശ്രദ്ധിക്കുക, മാക്സിമൈസ് ബെനിഫിറ്റ്സ് ഫോർ ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ഇൻജേർഡ് ഇൻ മേജർ ഡിസാസ്റ്റേഴ്സ്. ഇതാണ് ട്രയേജിന്റെ എയിം എന്ന് പറയും. ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഈ ബോളിൽ ഇട്ടേക്കുന്ന കാര്യം പഠിക്കാതെ നിങ്ങൾ പോകരുത്, ഒരു പ്രാവശ്യം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എ കോമൺ സിസ്റ്റം യൂസസ് 4 കളർ കോഡ് ഫോർ ക്ലാസിഫിക്കേഷൻ. റെഡ് ഫോർ ഹൈ പ്രയോറിറ്റി, റെഡിന് ഹൈ പ്രയോറിറ്റി കൊടുക്കും. റെഡിന്റെ ടാഗ് ഇട്ടുകൊണ്ട് വന്നാൽ എന്താണ്, നമ്മൾ പേഷ്യന്റ് വന്നോ, പേഷ്യന്റ് നെയിം എഴുതി ഡീറ്റെയിൽസ് എഴുതി അർജന്റ് ഇട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ആദ്യം ചികിത്സ കൊടുക്കണം എന്നുള്ളതാണ്. അതുപോലെ യെല്ലോ ഫോർ മീഡിയം പ്രയോറിറ്റി അല്ലേ, ഇവനെ നമുക്ക് ചികിത്സിക്കണം, അവന് മീഡിയം പ്രയോറിറ്റി, റെഡ് കഴിഞ്ഞിട്ട് യെല്ലോ എടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് എന്താ, ഗ്രീൻ ഫോർ ആംബുലേറ്ററി പേഷ്യൻസ് ആൻഡ് ബ്ലാക്ക് ഫോർ ഡിസീസ്ഡ് ഓർ മോർബിഡിന്റെ പേഷ്യൻസ് അല്ലേ. ഗ്രീൻ എന്ന് പറയുമ്പോൾ ആംബുലേറ്ററി പേഷ്യൻസിനാണ്, അവൻ അത്യാവശ്യം എന്താണ്, ആംബുലേഷൻ കപ്പാസിറ്റി ഒക്കെ അവൻ നടന്നു പോകും അല്ലെ, വേറെ കുഴപ്പമൊന്നുമില്ല. അവന് നമ്മൾ കുറച്ച് കഴിഞ്ഞ് ചികിത്സിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇൻ കേസ് ഒരു പക്ഷേ ചികിത്സ ഇപ്പം കിട്ടിയില്ലെങ്കിലും 2 ദിവസം കഴിഞ്ഞ് പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയിട്ട് അവനെ ചികിത്സിച്ചാലും മതി അല്ലേ. അപ്പോൾ ഗ്രീൻ ഫോർ ആംബുലേറ്ററി പേഷ്യൻസ്, അവനെ ചികിത്സിക്കേണ്ടെന്നല്ല, നമുക്ക് പ്രയോറിറ്റി തീരുമാനിക്കുകയാണ്. അതുപോലെ ബ്ലാക്ക് ഫോർ ഡിസീസ്ഡ് ഓർ മോർബിഡിന്റെ പേഷ്യൻസ് അല്ലേ, മോർബിഡിന്റെ പേഷ്യൻസിനും അല്ലെങ്കിൽ മരിക്കാറായി അല്ലെങ്കിൽ മരിച്ചു, അതിനാണ് നമ്മൾ ബ്ലാക്ക് കൊണ്ട് എന്ത് ചെയ്യുന്നത് ടാഗ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടാഗിന്റെ കളർ വെച്ച് ചോദ്യം വരാം കേട്ടോ, ശ്രദ്ധിക്കാം. അതുപോലെ ട്രയേജിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിക്കാം, ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ നോക്കാം, ട്രയേജ് ഷുഡ് ഓക്കർ അറ്റ് ഡിസാസ്റ്റർ സൈറ്റ്സ് ടു സെറ്റ് ട്രാൻസ്പോർട്ട് ആൻഡ് എന്തിനൊക്കെയാണ് നമ്മൾ ട്രയേജ് എവിടെയാണ് സെറ്റ് ചെയ്യുന്നത്, ഡിസാസ്റ്റർ സൈറ്റിൽ തന്നെ ട്രയേജ് പ്രിൻസിപ്പിൾസ് നമ്മൾ സെറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് കാരണം, എന്താ, നമുക്ക് ഹോസ്പിറ്റൽ കെയർ മാത്രമല്ല നോക്കുന്നത്, ഈ ഡിസാസ്റ്റർ സൈറ്റിൽ നിന്നും ആരെയൊക്കെ കൊണ്ടുപോകണം എന്നുള്ളത്, ആരെ ആദ്യം കൊണ്ടുപോകണം അല്ലേ, അത് ശ്രദ്ധിക്കുക. നോക്കാം, അതുപോലെ എവിടെയാണ് ട്രയേജ് തുടങ്ങുന്നത്, ട്രയേജ് ഷുഡ് ഓക്കർ അറ്റ് ഡിസാസ്റ്റർ സൈറ്റ്സ് അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് തൃശ്ശൂരം കൊണ്ടൊരു നമ്മുടെ ഒരു പ്ലെയിനിന്റെ ക്രാഷ് കിടന്നില്ല, പ്ലെയിൻ ക്രാഷ് ഇടിച്ചിറങ്ങിയില്ലേ, അങ്ങനെ എന്തോ ഇഷ്യൂ ഉണ്ടായില്ലേ. അപ്പോൾ ആ സമയത്ത് നോക്ക്, അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ആരെയാണ് കൊണ്ടുപോകേണ്ടത് അല്ലേ, അതാ തീരുമാനിക്കുന്നത് അല്ലേ. നോക്ക്, അവിടെ എന്തില്ല, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി വളരെ കുറവായിരിക്കും ആ സമയത്ത്. അപ്പോൾ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി തൊട്ട് എന്ത് ചെയ്യും, നമ്മൾ ട്രയേജ് ഫിക്സ് ചെയ്യും, ട്രയേജ് ക്രൈറ്റീരിയ ഫിക്സ് ചെയ്യും. ഇവനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല അല്ലേ, ഇവരെയൊക്കെ കൊണ്ടുപോകാം, ഇത് കൊച്ചു കുട്ടിയാണ്, ഇവരെ കൊണ്ടുപോകാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ട്രയേജ് ഷുഡ് ഓക്കർ അറ്റ് ഡിസാസ്റ്റർ സൈറ്റ്സ് സെറ്റ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിഷൻ പ്രയോറിറ്റീസ് അല്ലെ. ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസിനും ട്രയേജ് ഉണ്ട്, അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിഷൻ ഫെസിലിറ്റീസിനും ട്രയേജ് ഉണ്ട് അല്ലെ. അതുപോലെ വിത്ത് റീഅസസ്മെന്റ് ഓഫ് മെഡിക്കൽ നീഡ്സ് ആൻഡ് കെയർ പ്രയോറിറ്റി. അതിനോടൊപ്പം എന്താണ്, മെഡിക്കൽ നീഡ്സിന്റെയും കെയർ പ്രയോറിറ്റിയും നമ്മൾ അവിടെ ചെന്നിട്ട് റീഅസസ് ചെയ്യും. അതിനുശേഷം പിന്നെയും രണ്ടാമത് ക്ലാസിഫിക്കേഷൻ വേറെ ഉണ്ടാവും. ഓക്കെ,
ഇനി നോക്കാം, നമുക്ക് ഇത് മാത്രം ചെയ്താൽ പോരാ, ഒരു മേജർ ഡിസാസ്റ്റർ ആണ്. ഈ ട്രയേജ് പ്രിൻസിപ്പിൾസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാത്രം പാലിച്ചാൽ പോരാ, നമ്മൾ അവിടെയുള്ള ലോക്കൽ ഹെൽത്ത് വർക്കേഴ്സിന് നമ്മൾ പരിശീലിപ്പിക്കണം, പറഞ്ഞു കൊടുക്കണം. ട്രെയിനിങ് ലോക്കൽ ഹെൽത്ത് വർക്കേഴ്സ് ഇൻ ട്രയേജ് പ്രിൻസിപ്പിൾസ് ഇസ് ക്രൂഷ്യൽ ഫോർ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് അല്ലെ. ലോക്കൽ ഹെൽത്ത് വർക്കേഴ്സിന് നമ്മൾ ട്രയേജ് പ്രിൻസിപ്പിൾസ് പറഞ്ഞു കൊടുക്കണം. അതുപോലെ മൈനർ ഓർ മോഡറേറ്റ് ഇഞ്ചറീസ് ഷുഡ് ബി മാനേജ് അറ്റ് ഹോം ടു പ്രിവെന്റ് സോഷ്യൽ ഡിസ്ലൊക്കേഷൻ ആൻഡ് സേവ് റിസോഴ്സസ് അല്ലെ. ചെറിയൊരു ഇഞ്ചുറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവനെ കൊണ്ടുപോയി അപ്പോഴേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇടേണ്ട കാര്യമില്ല. രണ്ട് കാര്യം, ഒന്ന് അവന്റെ സോഷ്യൽ ഡിസ്ലൊക്കേഷൻ നമുക്ക് തടയാൻ പറ്റും. എന്താ സോഷ്യൽ ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ, അവന്റെ വീട്ടിൽ നിന്ന് അവനെ മാറ്റി നിർത്തുക, അവന്റെ ഉറ്റവർക്ക് ഉടയവർക്ക് അടുത്ത് നിർത്തിയാൽ മാത്രം മതി തൽക്കാലം. എങ്കിലെന്നുണ്ടെങ്കിൽ അവനെ വീട്ടിൽ ചികിത്സിച്ചാൽ മതി അല്ലേ. മാത്രമല്ല ഇവനെ കൊണ്ട് അവിടെ കിടത്തിയാൽ ഒരാളിനെ കിടത്തുള്ള ബെഡ് പോയില്ലടാ. അപ്പൊ നമുക്ക് ആ റിസോഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ അപ്പൊ എന്താ ആർക്കാ ഇമ്പോർട്ടൻസ് കൊടുക്കുക, സീരിയസ്ലി ഇഞ്ചേർഡ് ഇൻഡിവിജ്വൽസ് നമ്മൾ എന്ത് കൊടുക്കും, എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കും അല്ലേ. ഓക്കെ, അപ്പോൾ ട്രയേജ് ഒന്ന് നോക്കി വെക്കുക. ഇവിടെ ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് മക്കളെ? ട്രയേജിന്റെ എയിം അല്ലെങ്കിൽ എന്താണ് ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് ചോദിക്കാം. മാക്സിമൈസ് ബെനിഫിറ്റ് ഫോർ എ ലാർജ് നമ്പർ ഓഫ് ഇൻജേർഡ് ഇൻ മേജർ ഡിസാസ്റ്റേഴ്സ്. കളർ നോക്കാം, ചുവപ്പ് അർജന്റ് അല്ലേ, എന്താണ് മീഡിയം ആകുമ്പോഴത്തേക്കും യെല്ലോ, അതുപോലെ ആംബുലേറ്ററി പേഷ്യൻസ് ഗ്രീൻ, പിന്നെ ഡിസീസ്ഡ് അല്ലെങ്കിൽ മൊറിബണ്ട് പേഷ്യൻസിന് എന്താണ് ബ്ലാക്ക് അല്ലേ, അവർ പിന്നെ രക്ഷപ്പെടില്ല, അവർ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്നുള്ള രീതിക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ട്രയേജിൽ ടാഗ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെയാണ് പറഞ്ഞത്, ഓക്കെ അല്ലേടാ. ബാക്കി എല്ലാം നമുക്ക് കേട്ടാലും കണ്ടാലും മനസ്സിലിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഡെഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മരിച്ചുപോയ ആൾക്കാരെ നമ്മൾ തിരിച്ചറിയുക. നോക്കാം, ടേക്കിംഗ് കെയർ ഓഫ് ദ ഡെഡ് ഈസ് എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലേ. ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ മരിച്ചുപോയ ആൾക്കാരെ ശ്രദ്ധിക്കലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പറഞ്ഞുതരാം, എ ലാർജ് നമ്പർ ഓഫ് ഡെഡ് ക്യാൻ ആൾസോ ഇംപീഡ് ദ എഫിഷ്യൻസി ഓഫ് ദ റെസ്ക്യൂ ആക്ടിവിറ്റീസ് അറ്റ് ദ സൈറ്റ് ഓഫ് ഡിസാസ്റ്റർ അല്ലെ. ഒരുപാട് പേര് മരിച്ചു കിടക്കുകയാണ്. ആ സമയത്ത് നമുക്ക് അവരെ മാറ്റാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ റെസ്ക്യൂ സർവീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. നോക്കാം, എന്തൊക്കെയാണ് കെയർ ഓഫ് ദ ഡെഡ്, എന്തൊക്കെയാണ് നാം ചെയ്യേണ്ടത്? റിമൂവൽ ഓഫ് ദ ഡെഡ് ഫ്രം ദ ഡിസാസ്റ്റർ സീൻ അല്ലെ. ഡിസാസ്റ്റർ സീനിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യുക, മരിച്ചു എന്ന് ഉറപ്പുള്ള ആൾക്കാരെ മാറ്റുക. ഷിഫ്റ്റിംഗ് ടു ദ മോർച്ചറി, അവരെ മോർച്ചറിയിലേക്ക് മാറ്റുക. രണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ ഐഡന്റിഫിക്കേഷൻ അല്ലെ, അവരെ തിരിച്ചറിയുക, വളരെ ഇമ്പോർട്ടൻ്റ്. അതുപോലെ റിസപ്ഷൻ ഓഫ് ബിറേവ്ഡ് റിലേറ്റീവ്സ് അല്ലേ, അവരുടെ റിലേറ്റീവ്സിനെ നമ്മൾ റിസീവ് ചെയ്ത്, അത് ഐഡന്റിഫിക്കേഷൻ വളരെ ബന്ധപ്പെട്ടാണ്. ചിലപ്പോൾ മുഖമൊക്കെ നശിച്ചു പോയിട്ടുണ്ടാവും, ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു മാർക്കൊക്കെ വെച്ചായിരിക്കും ആളിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കാം, പ്രോപ്പർ റെസ്പെക്ട് ഓഫ് ദ ഡെഡ് ഈസ് ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് അല്ലേ. മരിച്ചുപോയ ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഹെൽത്ത് ഹസാർഡ്സ് നോക്കാം, കഡാവേഴ്സ് അല്ലേ. കഡാവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഡെഡ് ബോഡീസുമായിട്ട് ബന്ധപ്പെടുത്ത ഹെൽത്ത് ഹസാർഡ്സ് പലപ്പോഴും നമുക്ക് അതൊരു വലിയ പ്രശ്നമായിട്ട് പല ഡിസാസ്റ്ററുകളിലൊക്കെ വരാറുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് നോക്കാം, ദ ഹെൽത്ത് ഹാസാർഡ്സ് അസോസിയേറ്റഡ് വിത്ത് കഡാവേഴ്സ് ആർ മിനിമൽ ഇഫ് ഡെത്ത് റിസൾട്ട് ഫ്രം ട്രോമ. അതായത് ഇഞ്ചുറി മൂലം അല്ലെ, ഇഞ്ചുറി മൂലം മരിച്ച ആളാണെന്നുണ്ടെങ്കിൽ അവരും ആ ഒരു ഡെഡ് ബോഡിയായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ഹെൽത്ത് ഹസാർഡ്സ് താരതമ്യേന കുറവായിരിക്കും. നാം ശ്രദ്ധിക്കണം കേട്ടോ, താരതമ്യേന കുറവായിരിക്കും. മറ്റ് ഏതെങ്കിലും പകർച്ചവ്യാധിയൊക്കെ നടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ കിടക്കുന്ന എന്താണ് അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഡെഡ് ബോഡീസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വലിയ വലിയ ഹെൽത്ത് ഹസാർഡ്സ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് അല്ലേ. പക്ഷേ ട്രോമ മൂലം മരിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ താരതമ്യേന അത് കുറവാണ്. ആൻഡ് കോപ്സ് ആർ ക്വൈറ്റ് അൺലൈക്ലി ടു കോസ് ഔട്ട് ബ്രേക്സ് ഓഫ് ഡിസീസ് സച്ചാസ്. കണ്ടോ, ടൈഫോയിഡ് ഫീവർ നടക്കുന്ന സമയത്താണ് അവിടെ ഒരു കഡാവർ കിടക്കാൻ ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് തന്നെ അത് ഉദ്ദേശിക്കുന്ന തരത്തിൽ തന്നെ അതിനെന്തെങ്കിലും ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യേണ്ടെന്നല്ല, പക്ഷേ ഇൻ കേസ് അങ്ങനെ മിസ്സായി പോയാലും താരതമ്യേന ഹെൽത്ത് ഹസാർഡ്സ് കുറവാണ്. ലൈക്ക് കോളറ, പ്ലേഗ് ഇങ്ങനെയുള്ള സംഗതികളുടെ ഔട്ട് ബ്രേക്ക് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. നോക്കാം, ഇനി എന്താ സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഇഫ് ഹ്യൂമൻ ബോഡീസ് കണ്ടാമിനേറ്റ് സ്ട്രീംസ്, വെൽസ് ഓർ അതർ വാട്ടർ സോഴ്സസ് ആസ് ഇൻ ഫ്ലഡ്സ് എക്സെട്ര. ഫ്ലഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ ബോഡീസ് നമുക്ക് പിന്നെ കിട്ടുമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ എന്താണ്, കിണറുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും വാട്ടർ ബോഡീസ് ഒക്കെ ഈ പറഞ്ഞ ബോഡി കണ്ടാമിനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സാധ്യതയുണ്ട്? ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, ഫുഡ് പോയ്സണിങ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഐഡന്റിഫിക്കേഷൻ ഡെഡ് എന്നൂടെ നോക്കാം. ടേക്കിംഗ് കെയർ ഓഫ് ഡെഡ് ഈസ് എസെൻഷ്യൽ ഇൻ പാർട്ട് ഓഫ് ദ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലേ. ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ഡെഡ് ബോഡീസിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ അതിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യണം. അതിനുശേഷം അവരെ നമ്മൾ എന്ത് ചെയ്യണം? മോർച്ചറിയിലോട്ട് മാറ്റണം, ഐഡന്റിഫൈ ചെയ്യണം, അതുപോലെ അവരുടെ ബെറീവ്ഡ് റിലേറ്റീവ്സിനെ റിസീവ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ കാര്യം എടുത്ത് പറയാനുള്ള എന്താണ്? ഹെൽത്ത് ഹസാർഡ്സ് അസോസിയേറ്റഡ് വിത്ത് കഡാവേഴ്സ് ആർ മിനിമൽ ഇഫ് ഡെത്ത് റിസൾട്ട്സ് ഫ്രം ട്രോമ. ഇതും ശ്രദ്ധിക്കണം. വേണമെന്നുണ്ടെങ്കിൽ എന്താണ്, ക്വസ്റ്റ്യൻ ചോദിക്കാം. എങ്ങനെ? പ്രസ്താവന ചോദ്യം ചോദിക്കാം. എന്താണ്? ഹെൽത്ത് ഹസാർഡ്സ് അസോസിയേറ്റഡ് വിത്ത് കഡാവേഴ്സ് ഫ്രം ട്രോമ അല്ലെ. ട്രോമ മൂലം ഉണ്ടായിട്ടുള്ള എന്താണ്, ശവശരീരങ്ങൾ മൂലം ഉണ്ടായേക്കുന്ന ഹെൽത്ത് ഹസാർഡ്സിനെ കുറിച്ച് വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം.
അപ്പോൾ എന്താണ് അത് കുറവാണ്, താരതമ്യേന കുറവാണ്. എന്ത് ടൈഫോയിഡ് ഫീവറോ കോളറയോ പ്ലേഗോ ഒക്കെ പറഞ്ഞു പിടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന തരത്തിലുള്ള അത്രയും പ്രശ്നങ്ങളൊന്നും ഇത് ഉണ്ടാക്കാറില്ല. പിന്നെ എന്താ ഉണ്ടാക്കാറുള്ളത്? ആകെ പ്രശ്നമുള്ള എവിടെയാണ്? നമുക്ക് ഇൻ കേസ് ഈ ബോഡി ചീഞ്ഞുന്ന ബോഡി എവിടെ നമ്മുടെ വാട്ടർ ബോഡീസിനെ കണ്ടാമിനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസോ ഫുഡ് പോയിസണിങ്ങോ ഉണ്ടാകാൻ സാധ്യത. അവിടെ നിന്ന് വെള്ളം കുടിക്കുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളതെന്നുള്ള കാര്യം മനസ്സിലാക്കും. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്ന റിലീഫ് ഫേസ് അല്ലെ, ദുരിതാശ്വാസം അല്ലെ. ദുരിതമുണ്ടായി ഇനി അതിന് ആശ്വാസം ഉണ്ടാക്കുകയാണ് അല്ലെ. ആശ്വാസം ഉണ്ടാക്കുന്ന ആരാടാ? പുറത്തുനിന്നുള്ള ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് അല്ലേ. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് വടക്കോട്ട് ഫ്ലഡ് ഉണ്ടായി തിരുവനന്തപുരത്ത് നിന്ന്. അപ്പോൾ എന്താ നമ്മൾ അന്ന് വളരെ രസകരമായിട്ടുള്ള ആ സിനിമ നിങ്ങളൊന്ന് കാണണം. ഏതാണ് നമ്മളെ 2019 സിനിമയല്ലേ, അങ്ങനെ ആ സിനിമയുടെ പേര് തന്നെ. അപ്പോൾ ആ സിനിമയിൽ നിന്ന് കാണണം. അപ്പോൾ എന്താണ്, തിരുവനന്തപുരത്ത് നിന്നും ആദ്യം ഒരു ആൾ വാട്സാപ്പിൽ മെസ്സേജ് ഇടുന്നു, ഇത്തരത്തിലൊരു കൂട്ടായ്മ വേണമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഫ്ലഡ് ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ കൂട്ടം കൂടി ലക്ഷക്കണക്കിന് ആൾക്കാർ പല സ്ഥലങ്ങളിൽ ക്യാമ്പിലാണ്. ആർക്കും എവിടെ അന്തില്ല, ഫുഡില്ല. അപ്പോൾ ഇല്ലാത്ത സാധനം എന്താണ് എന്ന് അവർ ഇങ്ങനെ പലപ്പോഴും പറയും. അതിനനുസരിച്ച് ഒക്കെയാണ് ആദ്യം ഫുഡ് വേണമെന്ന് എല്ലാവരും ഫുഡ് സാധനങ്ങൾ അല്ലേ. അപ്പോൾ അത് ഓവറാവും, മനസ്സിലായില്ലേ. അപ്പോൾ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിലീഫ് എന്ന് പറയുമ്പോഴത്തേക്ക്. നോക്കാം, ദിസ് ഫെയിൻസ് begins when assistance from outside starts to reach the disaster area. അതായത് ഡിസാസ്റ്റർ ഏരിയയിലേക്ക് പുറത്തുനിന്നുള്ള അസിസ്റ്റൻസ് എത്താൻ തുടങ്ങുന്ന സമയമാണ് നമുക്ക് എന്ത് വിളിക്കുക? റിലീഫ് ഫേസ് എന്ന് വിളിക്കുക. ദുരിതാശ്വാസം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? പുറത്തുനിന്നുള്ള സപ്ലൈ നമുക്ക് അങ്ങോട്ടല്ലേ അസിസ്റ്റൻസ് എത്തിക്കാൻ പറ്റുക. ദി ടൈപ്പ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഹ്യൂമാനിറ്റേറിയൻ റിലീഫ് സപ്ലൈസ് ആർ യൂഷ്വലി ഡിറ്റർമിൻഡ് ബൈ 2 factors എന്ന് പറയാം. The type and quantity of humanitarian relief supplies are usually determined by 2 main factors. 2 ഫാക്ടേഴ്സിനെ അടിസ്ഥാനമാക്കിയാണ് എന്ത് നമ്മൾ എത്ര കൊടുക്കണം, എന്ത് കൊടുക്കണം എന്നുള്ള രീതിക്ക് നമുക്ക് തീരുമാനിക്കേണ്ടത്. നോക്കാം, ദ ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ. നമുക്ക് എങ്ങനെയുള്ള ഡിസാസ്റ്റർ സംഭവിച്ചത് അല്ലേ. വെള്ളം പൊങ്ങി അവിടെ ഫ്ലഡ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരുടെ വസ്ത്രങ്ങളും ഒക്കെ ആഹാരം നഷ്ടപ്പെട്ടുണ്ടാവും. അപ്പോൾ അത് ആവശ്യമാണല്ലേ. നമുക്ക് ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ നമ്മൾ നോക്കണം അല്ലേ, നോക്കണം. അപ്പോൾ അടുത്തെന്താണ്? സിൻസ് ഡിസ്റ്റിങ്ക്റ്റ് ഇവന്റ്സ് ഹാവ് ഡിഫറെന്റ് എഫക്ട്സ് ഓൺ ദ പോപ്പുലേഷൻ അല്ലേ. എത്രയേ ഉള്ളൂ, വ്യത്യസ്തമായിട്ടുള്ള ഇവന്റ്സ് ആണെന്നുണ്ടെങ്കിൽ പോപ്പുലേഷൻ അത് ഉണ്ടാക്കുന്ന എഫക്റ്റ് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ആ ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ നോക്കിയിട്ടായിരിക്കും എന്ത് കൊടുക്കണം തീരുമാനിക്കുക. അതുപോലെ ടൈപ്പ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈസ് അവൈലബിൾ ലോക്കലി അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് അവർക്ക് ലോക്കലി ഇപ്പോൾ ഏതെങ്കിലും ഒരു സാധനം ഇല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും സാധനം നഷ്ടപ്പെടുന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ നടന്നതെന്ന് വെച്ചോ, അങ്ങനെ നടന്ന സമയത്ത് അവിടെ ലോക്കൽ സപ്ലൈ ഈ പറഞ്ഞ സാധനം ആവശ്യത്തിന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനം നമുക്ക് ആവശ്യമില്ലല്ലോ. യെസ്, അപ്പോൾ ഈ 2 കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ടാണ് ഏത് സാധനങ്ങളാണ് അവിടെ എത്തേണ്ടതെന്നും എത്രത്തോളം സാധനങ്ങൾ എത്തേണ്ടെന്ന കാര്യം തീരുമാനിക്കുന്നത് അല്ലേ. ഹ്യൂമാനിറ്റേറിയൻ സപ്ലൈസിന്റെ കാര്യം പറയുന്നത്. ഹ്യൂമാനിറ്റേറിയൻ സപ്ലൈസ് ഏത് എത്തണമെന്നും എങ്ങനെ എത്തണം തീരുമാനിക്കുന്ന 2 കാര്യങ്ങളൊന്ന് ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ, പിന്നെ ടൈപ്പ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈസ് അവൈലബിൾ ലോക്കലി. അവിടെ ഉള്ള സാധനങ്ങൾ അല്ലേ, അവിടെ ഉള്ള സാധനങ്ങളുടെ എന്താണ് അവൈലബിലിറ്റി അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ട സാധനങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുപോയി കൊടുക്കേണ്ടത്. ഓക്കെ, നോക്കാം. ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് disaster, the most critical health supplies are those needed for treating casualties. ഒരു ഡിസാസ്റ്റർ കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട എന്താണ്? കാഷ്വാലിറ്റീസ് ചികിത്സിക്കാനുള്ള സപ്ലൈ ആണ് വേണ്ടത് അല്ലേ. അതുപോലെ ആൻഡ് പ്രിവെന്റിംഗ് ദ സ്പ്രെഡ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതായത് പകർച്ചവ്യാധികൾ പകരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിവെന്റബിൾ മെഷേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ സ്വീകരിക്കണം. അതായിരിക്കണം ആദ്യത്തെ ദുരിതാശ്വാസം. അതുപോലെ ഫോളോയിങ് ദ ഇനിഷ്യൽ എമർജൻസി ഫേസ് നീഡഡ് സപ്ലൈസ് വിൽ ഇൻക്ലൂഡ് ഫുഡ് ഉണ്ടായിരിക്കും, ബ്ലാങ്കറ്റ് ഉണ്ടായിരിക്കും, ക്ലോത്തിങ്സ്, ഷെൽട്ടർ, സാനിറ്ററി എഞ്ചിനീയറിംഗ് എക്യുപ്മെന്റ്സ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, ഇതെല്ലാം നമുക്ക് എന്തായിട്ട് വരും? രണ്ടാമത്തെ ഒരു പ്രയോറിറ്റി ആയിട്ട് വരും. അപ്പോൾ ആദ്യം എന്താണ്? ട്രീറ്റിംഗ് കാഷ്വാലിറ്റീസ് അല്ലേ. കാഷ്വാലിറ്റീസ് ചികിത്സിക്കാനുള്ള മെഡിക്കൽ സപ്ലൈസ് ആയിരിക്കും പലപ്പോഴും അവിടെ കുറവായിരിക്കുക, അത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ എന്താണ് നോക്കേണ്ടതാ? ഫുഡ് അല്ലേ. ഫുഡ് ഇല്ലായിരിക്കും അല്ലേ. പ്രളയം വന്നപ്പോഴത്തേക്കും ആദ്യം ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ എല്ലാവരും സാധനങ്ങൾ മേടിച്ചു എന്ത് കൊടുത്തു. അപ്പോൾ കൊടുത്തപ്പോഴത്തേക്കും രണ്ടാമത്തെ കാര്യം എന്താണ്? അത് അക്യൂസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് കൂട്ടി ശേഖരിക്കാൻ ആരും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായി തിരുവനന്തപുരത്ത് അല്ലേ. ആ സമയത്ത് നമ്മുടെ കളക്ടർ ബ്രോയുടെ നേതൃത്വത്തിൽ, കളക്ടർ ബ്രോ മാത്രമല്ല ഒത്തിരി അവർ ഒരു തോളോട് ചേർന്നുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ എന്ത് ചെയ്തു? സപ്ലൈ അക്യൂസേഷൻ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നു. അത് കഴിഞ്ഞ് ട്രാൻസ്പോർട്ടേഷൻ, തരംതിരിക്കൽ വളരെ ബുദ്ധിമുട്ടുള്ള പരിപാടിയായിരുന്നു. തരംതിരിക്കൽ അല്ലേ. ആൾക്കാർ പകലില്ലാതെ തരംതിരിച്ചു. അത് കഴിഞ്ഞ് ട്രാൻസ്പോർട്ട് ചെയ്ത് സാധനങ്ങളല്ലേ. പിന്നെ സ്റ്റോറേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ, ഇത്രയും കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കാം, ഇനിഷ്യൽ ഫേസ് കഴിഞ്ഞാൽ എന്തൊക്കെ ആവശ്യമായിട്ട് വരും? ഫുഡ് അല്ലേ, ആഹാര പദാർത്ഥങ്ങൾ ആവശ്യമായിട്ട് വരും, ബ്ലാങ്കറ്റുകൾ, പുതപ്പുകൾ അല്ലേ, ക്ലോത്തിങ്, തുണികൾ, ഷെൽട്ടർ വേണ്ടിയിട്ടുള്ള സംഗതികൾ, അതുപോലെ സാനിറ്ററി എഞ്ചിനീയറിംഗ് എക്യുപ്മെന്റ്സ്, സാനിറ്ററി എക്യുപ്മെന്റ്സ് വരേണ്ടി വരും. അതായത് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ആവശ്യമായിട്ട് വരും അല്ലേ. നോക്കാം, എ റാപ്പിഡ് ഡാമേജ് അസസ്മെന്റ് മസ്റ്റ് ബി ക്യാരിഡ് ഔട്ട് ഇൻ ഓർഡർ ടു ഐഡന്റിഫൈ നീഡ്സ് ആൻഡ് റിസോഴ്സസ് അല്ലേ. അപ്പോൾ നമ്മൾ അവിടെ ഒരു പെട്ടെന്നൊരു പഠനം നടത്തണം. ഇവിടെ എന്താണ് ആവശ്യം?
ഇവിടെ എന്താണ് ആവശ്യം? അപ്പോൾ ആൾക്കാർ പലതും പറയും അല്ലേ, 1000 പേരിരിക്കുന്ന ഒരു 1000 പേരുള്ള ക്യാമ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ആവശ്യം, എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പലരും പറയും. പക്ഷേ അതല്ല, നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു റാപ്പിഡ് ഡാമേജ് അസസ്മെന്റ് ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഏറ്റവും അത്യാവശ്യമായിട്ട് എന്താണ് വേണ്ടത് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി റാപ്പിഡ് ഡാമേജ് അസസ്മെന്റ് ഉണ്ടായിരിക്കണം. ഇതൊന്ന് നോക്കി വെച്ചോട്ടോ, റാപ്പിഡ് ഡാമേജ് അസസ്മെന്റ് ഒന്ന് നോക്കി വെച്ചോണേ. എന്തിനു വേണ്ടിയിട്ടാണ്? അടിയന്തരമായിട്ട് ആവശ്യമുള്ള സഹായങ്ങൾ എന്തൊക്കെയാണ് തീരുമാനിക്കാൻ വേണ്ടി റാപ്പിഡ് ഡാമേജ് അസസ്മെന്റ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ഡിസാസ്റ്റർ മാനേജേഴ്സ് മസ്റ്റ് ബി പ്രിപ്പയർഡ് ടു റിസീവ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഡൊണേഷൻസ്. ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്ന ആൾക്കാർ അവർക്ക് ഡൊണേഷൻസ് വരും, അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. അതുപോലെ ദെയർ ആർ 4 പ്രിൻസിപ്പൽ കമ്പോണൻസ് ഇൻ മാനേജിങ് ഹ്യൂമാനിറ്റേറിയൻ സപ്ലൈസ്. ഹ്യൂമാനിറ്റേറിയൻ സപ്ലൈസ് വെറുതെ ആൾക്കാരിൽ നിന്ന് കളക്ട് ചെയ്താൽ മാത്രം പോരാ, അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട 4 പ്രിൻസിപ്പിൾസ് എന്നാണ്. ആദ്യം അക്വിസിഷൻ, എന്ത് ചെയ്യണം? സപ്ലൈ സ്വീകരിക്കണം. 2 ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട 4 പ്രിൻസിപ്പിൾസ് എന്തിൽ? ഹ്യൂമാനിറ്റേറിയൻ സപ്ലൈ മാനേജ്മെന്റിൽ അല്ലേ, ഹ്യൂമാനിറ്റേറിയൻ സപ്ലൈസ് മാനേജ് ചെയ്യുന്നതിലുള്ള പ്രധാനപ്പെട്ട 4 പ്രിൻസിപ്പിൾസ്. ഫസ്റ്റ് അക്വിസിഷൻ മറക്കല്ല, 2 ട്രാൻസ്പോർട്ടേഷൻ, 3 സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അക്വിസിഷൻ, ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മറന്നുപോലെ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞ കാര്യം ഒന്നുകൂടെ നോക്കാടാ. ട്രയേജ് നമ്മൾ നോക്കിയില്ലേ, ട്രയേജിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കളറാണ്. കളർ കോഡ് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കണം. അതുപോലെ ഇതിൻ്റെ എന്താണ്, ഇതിൻ്റെ ലക്ഷ്യം എന്താണ്, ട്രയേജിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ഓർത്ത് വയ്ക്കണം. അതുപോലെ ഐഡന്റിഫിക്കേഷൻ എടുക്കുമ്പോഴത്തേക്ക് എന്താണ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഒന്ന് കേട്ട് വെച്ചാൽ മതി, കാര്യങ്ങൾ മനസ്സിലിരിക്കുമല്ലോ. അതുപോലെ നമുക്കിപ്പോൾ ഹെൽത്ത് ഹസാർഡ് അസോസിയേറ്റഡ് കഡാവേഴ്സ് ആർ മിനിമൽ വിത്ത് ഡെത്ത് ഒക്കേഴ്സ് ഫ്രം ട്രോമയെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ കഡാവറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഹെൽത്ത് ഹസാർഡ് കുറവാണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി റിലീഫ് ഫേസ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നിങ്ങൾ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഹ്യൂമാനിറ്റേറിയൻ സപ്ലൈസ് വന്നു തുടങ്ങുന്ന സമയമാണ് നമ്മൾ എന്ത് വിളിക്കുക? റിലീഫ് ഫേസ് എന്ന് വിളിക്കുക. ആദ്യം എന്താ ആവശ്യം വരുന്നത്? നമുക്ക് എന്താണ് മെഡിക്കൽ സപ്ലൈസ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഫുഡ്, അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാകുന്ന ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇനി ഈ പറഞ്ഞ റാപ്പിഡ് മാനേജ്മെന്റ് അസസ്മെന്റ് എന്തിനു വേണ്ടിയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നതാ? ഒരു ചെറിയൊരു പഠനം അല്ലേ, എന്തിനു വേണ്ടിയിട്ട്? ഐഡന്റിഫൈ ദ നീഡ്സ് ആൻഡ് റിസോഴ്സസ്. കയ്യിലുള്ളത് എന്തൊക്കെയുണ്ട്, ഇനി എന്താ ആവശ്യമുണ്ട്, ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ റാപ്പിഡ് ഡാമേജ് അസസ്മെന്റ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രിൻസിപ്പൽ കമ്പോണൻസ് എന്തൊക്കെയാണ്? എന്തിലെ? ഹ്യൂമാനിറ്റേറിയൻ സപ്ലൈസ് മാനേജ്മെന്റ് ചെയ്യുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രിൻസിപ്പൽ കമ്പോണൻസ് എന്തൊക്കെയാണ് മക്കളെ? അക്വസിഷൻ ഓഫ് സപ്ലൈസ്, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഗോൾ ഓഫ് ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ്? അവോയ്ഡൻസ് ഓഫ് ഹസാർഡ്സ്, അതുപോലെ ലിമിറ്റിംഗ് അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് ഹസാർഡ്സ്, ഇഗ്നോറിംഗ് ദ ഇമ്പാക്ട്സ് ഓഫ് നാച്ചുറൽ ഹസാർഡ്സ്. തെറ്റ്, സി ആണല്ലേ. സി അതിൻ്റെ ഭാഗമല്ല, ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് ഭാഗമല്ല, ഗോളല്ല അല്ലേ. അതുപോലെ ഇൻ ദ മാനേജ്മെന്റ് ഓഫ് മാസ് കാഷ്വാലിറ്റീസ് വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്? ആദ്യത്തെ മാസ് കാഷ്വാലിറ്റി ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് എന്താണ് മക്കളെ? സെർച്ച് ആൻഡ് റെസ്ക്യൂ ആണ് വരുന്നത് അല്ലേ. ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് പിന്നെ വരുന്നത്, ആദ്യം സെർച്ച് ആൻഡ് റെസ്ക്യൂ വരുന്നത്. അതുപോലെ വാട്ട് പ്രിൻസിപ്പിൾ ഡസ് ട്രയേജ് റീപ്ലേസ് ഇൻ മാസ് എമർജൻസീസ്? ട്രയേജ് വരുമ്പോൾ ഏത് പ്രിൻസിപ്പിൾ നമ്മൾ മാറ്റി നിർത്തുന്നത്? ഫസ്റ്റ് കം ഫസ്റ്റ് ട്രീറ്റഡ് അല്ലേ. ഫസ്റ്റ് കം ഫസ്റ്റ് ട്രീറ്റഡ് നമ്മൾ മാറ്റി നിർത്തുന്നത്. അതുപോലെ വാട്ട് ഈസ് ദ മെയിൻ എയിം ഓഫ് ട്രയേജ് ഇൻ ഡിസാസ്റ്റർ സിറ്റുവേഷൻസ്? എന്താണ് VIP ചികിത്സിക്കലാണോ? അല്ല. എന്താണ്? ടു മാക്സിമൈസ് ദ ബെനിഫിറ്റ്സ് ഫോർ ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ഇൻജുർഡ് അല്ലേ. അതുപോലെ വാട്ട് കളർ കോഡ് റെപ്രസെന്റ്സ് ഹൈ പ്രയോറിറ്റി? റെഡ് ആണ് അല്ലേ, മറക്കല്ലേ. അതുപോലെ വെയർ ഷുഡ് ട്രയേജ് ഒക്കർ? എവിടെയാണ്? അറ്റ് ഡിസാസ്റ്റർ സൈറ്റ്സ് ആണ് പ്രധാനമായിട്ടും ട്രയേജ് ഉണ്ടാകേണ്ടത് അല്ലേ. അതുപോലെ ഹൗ ഷുഡ് മൈനർ ഓർ മോഡറേറ്റ് ഇഞ്ചുറീസ് ബി ട്രീറ്റഡ് ഇൻ ഡിസാസ്റ്റേഴ്സ്? എങ്ങനെയാണ് ഹോമിൽ ട്രീറ്റ് ചെയ്യണ ഏറ്റവും നല്ലത് അല്ലെ ഡിസാസ്റ്റർ വരുമ്പോഴത്തേക്ക്. അതുപോലെ എക്സ്ട്രീംലി ഹൈ ഇഫ് ഡെത്ത് റിസൾട്ട്സ് ഫ്രം ട്രോമ. തെറ്റ്. എ സിഗ്നിഫിക്കന്റ് കോസ് ഓഫ് ഡിസീസ് ഔട്ട് ബ്രേക്സ് എന്ന് പറയാൻ പറ്റില്ല. മിനിമൽ ഇഫ് ഡെത്ത് റിസൾട്ട്സ് ഫ്രം ട്രോമ, അതാണ് കുറച്ചുകൂടി ശരിയല്ലേ. ട്രോമയിലൂടെ ഉണ്ടാകുന്ന കടാവറാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നം വളരെ കുറവാണ്. ഓക്കെ, അതുപോലെ വാട്ട് ഡിറ്റർമിൻസ് ദ ടൈപ്പ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഹ്യൂമാനിറ്റേറിയൻ റിലീഫ് സപ്ലൈസ്? എന്താണ്? ദ ഡിസാസ്റ്റർ ടൈപ്പ് ആൻഡ് ലോക്കൽ സപ്ലൈ അവൈലബിലിറ്റി ആണ്. ഹ്യൂമാനിറ്റേറിയൻ സപ്ലൈ വരണോ വേണ്ടയോ, എത്ര വരണം, എന്ത് വരണം തീരുമാനിക്കേണ്ടതാണ് ഡിസാസ്റ്ററിന്റെ ടൈപ്പും ലോക്കൽ സപ്ലൈയുടെ അവൈലബിലിറ്റിയും ആണ്. അതുപോലെ സ്റ്റേറ്റ്മെന്റ് നോക്കടാ. ഫൈൻഡ് ദ സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ഈസ് കറക്റ്റ് ഫ്രം ബിലോ. ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് ഈസ് ഓൺലി കൺസേൺഡ് വിത്ത് റെസ്പോണ്ടിങ് ഡിസാസ്റ്റേഴ്സ് ആഫ്റ്റർ ദേ ഹാവ് ഒക്കേർഡ്. തെറ്റ് അല്ലേ. ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് എന്ത് വരും? മിറ്റിഗേഷൻ എന്ന് മാത്രമല്ല, അതിന് മുന്നേ പ്രിപ്പയർനെസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്രിപ്പയർനെസ് ഇവിടെ വരുന്നില്ല അല്ലേ, പ്രിപ്പയർനെസ് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇനി നോക്കാം. ഇൻ മാസ് എമർജൻസീസ് ട്രയേജ് ഇൻവോൾവ്സ് ക്ലാസിഫൈയിങ് ദ ഇഞ്ചേർഡ് ബേസ്ഡ് ഓൺ സിവിയറിറ്റി ഓഫ് ദെയർ ഇഞ്ചുറീസ് ആൻഡ് ലൈക്ലിഹുഡ് ഓഫ് സർവൈവ് വിത്ത് ഇമ്മീഡിയറ്റ് കെയർ. ശരിയായ പ്രസ്താവനയാണ്. അതുപോലെ ദ കോമൺ ട്രയേജ് സിസ്റ്റം യൂസസ് എ 5 കളർ. നോ, തെറ്റല്ലേ, 5 കളർ ഇല്ല. അപ്പോൾ എന്താണ് ആൻസർ? സി ആണ് വരുന്നത്. ഓൺലി 2 അല്ലേ, എന്താണ് ശരിയല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കാം എന്താണ് വരുന്നത്? ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ് ഫ്രം ബിലോ. തെറ്റായവ. മൈനർ ഓർ മോഡറേറ്റ് ഇഞ്ചുറീസ് ഷുഡ് ബി ട്രീറ്റഡ് അറ്റ് ദ ഡിസാസ്റ്റർ സൈറ്റ്. അല്ല, മൈനറോ മോഡറേറ്റ് ഇഞ്ചുറി
ഇഞ്ചുറി ആണെന്നുണ്ടെങ്കിൽ അവിടെ അല്ല ചികിത്സിക്കേണ്ടത്. നമ്മൾ ചെറിയ ഇഞ്ചുറി ആണെങ്കിൽ ഹോമിൽ ചികിത്സിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അല്ലേ, എത്രയേ ഉള്ളൂ. അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ്. അതുപോലെ ഹെൽത്ത് ഹസാർഡ്സ് ആൾവേസ് അസോസിയേറ്റഡ് വിത്ത് കഡാവേഴ്സ് ആർ സിഗ്നിഫിക്കൻ്റ്ലി ആൻഡ് ലൈക്ലി ടു കോസ് ഔട്ട്ബ്രേക്സ് ഓഫ് ഡിസീസ് സച്ച് ആസ് ടൈഫോയിഡ്, ഫീവർ, കോളറ ഓർ പ്ലേഗ്. അപ്പോൾ എന്താ കഡാവർ ഉണ്ടെന്നുണ്ടെങ്കിൽ കഡാവറുമായിട്ട് ബന്ധപ്പെട്ട ഹെൽത്ത് ഹസാർഡിൽ ഇതെല്ലാം എപ്പോഴും പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റാണ് അല്ലേ, എപ്പോഴും പെടില്ല. അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കഡാവർ ട്രോമ വഴി മരിക്കുന്ന ഒരാളുടെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അല്ലേ. അതുപോലെ അപ്പോൾ രണ്ട് തെറ്റായ പ്രസ്താവന. അടുത്ത് നോക്കാം. ഡിസാസ്റ്റർ മാനേജേഴ്സ് മസ്റ്റ് ബി പ്രിപ്പയർഡ് ടു റിസീവ് ആൻഡ് മാനേജ് ലാർജ് ക്വാണ്ടിറ്റീസ് ഡൊണേഷൻസ് ഡ്യൂറിംഗ് ദ റിലീഫ് ഫേസ്. ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ എന്താണ് തെറ്റായത്? 1ഉം 2ഉമാണ്. ഓക്കെ അല്ലേടാ, ഓക്കെ അല്ലേ. ഇനി നോക്കാം. ഇനി മാസ് എമർജൻസി ഫസ്റ്റ് കം ഫസ്റ്റ് ട്രീറ്റഡ് പ്രിൻസിപ്പിൾ ഇസ് റീപ്ലേസ്ഡ് ബൈ ട്രയേജ് അല്ലേ. ട്രയേജ് വെച്ചാണ് റീപ്ലേസ് ചെയ്യുന്നത്. അതുപോലെ ഇൻ ട്രയേജ് റെഡ് കളർ കോഡ് ഈസ് യൂസ് ടു സ്പെസിഫൈ എന്താണ് ഹൈ പ്രയോറിറ്റി പേഷ്യൻസ് അല്ലേ. അപ്പോൾ യെല്ലോ ആണെന്നുണ്ടെങ്കിലോ മീഡിയം പ്രയോറിറ്റി പേഷ്യൻസ് അല്ലേ. അതുപോലെ ട്രയേജിൽ എന്താണ് ഗ്രീൻ ആണെന്നുണ്ടെങ്കിലോ ആംബുലേറ്ററി പേഷ്യൻസ് അല്ലേ. അതുപോലെ ബ്ലാക്ക് ആണെങ്കിലോ മൊറിബണ്ട് പേഷ്യൻസ് അല്ലേ, മരിക്കാറായി ആ ഒരു ലെവലുള്ള ആൾക്കാർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട മക്കളെ. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ്, നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കിയുള്ള ക്ലാസ്സുകൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് എല്ലാം കവർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ. കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നിങ്ങൾ വളരെ മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ജോലി നമുക്ക് കിട്ടേ കേട്ടോ. ജോലി കിട്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും നേരിട്ട് കാണണം, ഒരു മീറ്റപ്പ് ഒക്കെ നടത്തണം, അടിപൊളിയായിട്ട് നമുക്ക് കൂടാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക മക്കളെ. പരീക്ഷകൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. പരീക്ഷകൾ നിങ്ങൾക്ക് തരുന്ന ഒരു പരീക്ഷ മിസ്സാക്കരുത്. എവിടെ നിന്ന് ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് വന്നാൽ മാത്രം മതി. നമുക്ക് വിജയം നമ്മുടെ കൈപ്പിടിയിരിക്കും. ഓക്കെ, താങ്ക്